ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ നോക്കിയേ. അപ്പോൾ ഇത് കൂണാണ് കേട്ടോ. മഷ്റൂം നമ്മളിപ്പോൾ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിന് ചിപ്പിക്കൂണെന്ന് പറയും കേട്ടോ. അടുത്തതായിട്ട് ഇതേ കുരുമുളക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല കേട്ടോ. ഇത് ഞാനിതേ ഒന്ന് പൊടിച്ചെടുക്കാൻ പോണേനെ. അധികം ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഇതിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കുറച്ച് 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇവിടെ മഷ്റൂം എപ്പോഴും വാങ്ങിക്കും, കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും. അപ്പോൾ പാറുവിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനം ഇതാണ് കേട്ടോ. അവളെപ്പോഴും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനേ പറയുള്ളൂ കേട്ടോ. അതെ, ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ ആ കുരുമുളകൊക്കെ എടുത്ത് ഇടേണ്ട. ഇപ്പോൾ അതെ വേണ്ടത് അടുത്തതായിട്ട് കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ. അതൊരു 4-5 സ്പൂണ് ഇടുക. നമ്മുടെ മഷ്റൂമിനൊരു നനവുണ്ടാവും. ഞാനിപ്പോൾ അത് കഴുകി വാരി വെച്ചേക്കണല്ലേ, അപ്പോൾ അതിനൊരു നനവുണ്ടാവും. ആ നനവ് പോണത് വരെ കേട്ടോ നമ്മൾ ഇത് പൗഡറൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിടണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നേരിയൊരു ഉപ്പ് ഞാൻ ഇടാറുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടി പോകണ്ടല്ലോ. കുരുമുളക് പൊടി ഇട്ടിട്ടാ. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അത് 3ഉം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കും കേട്ടോ. 2 കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടി അതിലോട്ടിട്ടാ. അടുത്തത് എന്താണത്, കുഴച്ചെടുക്കണേ. ഇതിപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ബാറ്റർ ഉണ്ടാക്കിയിട്ടും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഈ കൂണിനൊരു നനവ് ഉള്ളത് കാരണം കൊണ്ടിട്ട് ബാറ്റർ ഉണ്ടാക്കാതെ ചെയ്യണേ കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്കറിയാൻ പറ്റും കേട്ടോ, അതിൻ്റെ നനവ് മാറുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ പൗഡറൊക്കെ അതിൽ പിടിച്ച് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനിതിപ്പോൾ പാറുവിന് ഇതിപ്പോൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി ഇത് കാരണം കൊണ്ടിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതെ, കുറച്ച് കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുത്ത്, കുരുമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് കൂടി ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അത് കാരണം കൊണ്ടിട്ട് കുറച്ചധികമൊക്കെ കുരുമുളക് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുഴച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അവർ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരണ ആ ടൈമിൽ തന്നെ നമുക്ക് വേഗം തന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. ചട്ടി ചൂടായിട്ട് ഇതേ എണ്ണ ഒഴിച്ചിട്ടാ, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ മില്ലിൽ നിന്ന് കേട്ടോ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത്. ആട്ടി വെളിച്ചെണ്ണയാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് കേട്ടോ. അതെ, ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഒരു 4-5 എണ്ണമൊക്കെ ഇട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചട്ടിയായ കാരണം കൊണ്ടിട്ട് ഒരു 4-5 പീസൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ. ഡീപ്പ് ഫ്രൈ ആയത് കാരണം കൊണ്ട് പെട്ടെന്നാവും കേട്ടോ. നമ്മളിപ്പോൾ ചിപ്സും ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ വേഗം റെഡിയായിട്ട് വരും. അപ്പോൾ അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കത് വറുത്ത് കോരണം. മറിച്ച് തിരിച്ചൊക്കെ ഇട്ടൊക്കെ കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ഇതാ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വറുത്ത് കോരാം കേട്ടോ.
ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണതാണ് കേട്ടോ ടേസ്റ്റ്. നമ്മളെടുത്ത് അടച്ച് വെച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ അത് ഒന്ന് കുറേ കഴിയുമ്പോൾ അതൊരു തണുത്ത് പോകും. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി ആ ചൂടോട് കൂടി തന്നെ കൊടുക്കണതായിരിക്കും നല്ലത്. ആ ക്രിപ്നെസ്സൊക്കെ പോണേക്ക് മുമ്പ് തന്നെ കൊടുക്കണം കേട്ടോ. ഇത് പാറുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു ഗാർണിഷൊക്കെ ചെയ്തിട്ട് ഒക്കെ കൊടുക്കുമ്പോൾ പാറുവിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനത് വെറുതെ ഒന്ന് അവൾക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണേ. ഇതില്ലെങ്കിലും പാറു കഴിക്കും കേട്ടോ. ഇത് ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. ഒരു സവാളയൊക്കെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് ഇങ്ങനെ അതേ വെച്ചിട്ടുണ്ട്. ഒരു പൂവൊക്കെ വെച്ച് അടുത്തതായിട്ട് എന്താണ് പുതിനയില നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ചെയ്ത് കാരണം ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് ഞാൻ അകത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തതും നല്ല ക്രിപ്സി ആയിട്ട് വന്നിട്ടുണ്ട്. പാറുവിൻ്റെ ഒരു സന്തോഷം കണ്ട പാറുവിന് സോസൊക്കെ വേണം കേട്ടോ. പാറുവിന് ഒരിത്തിരി സോസും കൂടി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ